ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉഴുന്ന് ചേർക്കാത്ത നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയാണ്. നമ്മൾക്ക് കടയിൽ നിന്ന് ഇപ്പം കിറ്റായിട്ട് റേഷൻ കിറ്റ് കിട്ടുന്ന സമയത്തും ചെറുപയറൊക്കെ ഒത്തിരി കിട്ടുന്നുണ്ടല്ലേ. അപ്പോൾ എല്ലാവരും എന്നും ചെറുപയർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആലോചിച്ച് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മൾക്ക് എന്തായാലും ഉഴുന്നിന് പകരം ഈ ചെറുപയർ ഇട്ടുകൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം. ഇനി ഉഴുന്നില്ലാതെ ഇഡ്ഡലി ഉണ്ടാക്കാതിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി റെസിപ്പിയിലോട്ട് പോവാം. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇഡ്ഡലി അരിയാണ്. 1 കപ്പ് ഇഡ്ഡലി അരി എടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഇഡ്ഡലി അരി ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 1/2 കപ്പ് പച്ചരിയും 1/2 കപ്പ് പുഴുങ്ങലരിയും കൂടെ ചേർത്തിട്ട് എടുക്കാം. ഞാനിപ്പം ചെറിയ ക്വാണ്ടിറ്റിയിലാണ് പറയണത്. കൂടുതൽ എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇരട്ടിയാക്കി എടുത്താൽ മതി. അപ്പം 1 കപ്പ് ഇഡ്ഡലി അരിക്ക് 1/2 കപ്പ് ചെറുപയറാണ് വേണ്ടത്. ചെറുപയറൊക്കെ ഇനി നന്നായിട്ട് കഴുകിയിട്ട് അരിയും ചെറുപയറും കുതിർത്ത് വെക്കണം. ഇപ്പം ഞാൻ ഇങ്ങനത്തെ ചെറുപയർ എടുക്കുമ്പോൾ നമ്മൾക്ക് ഒരു 8 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കണം. എന്നാലേ നന്നായിട്ട് കുതിർന്ന് കിട്ടുള്ളൂ. അതല്ലാതെ നമ്മൾക്കിപ്പം സ്പ്ലിറ്റ് ആയിട്ടുള്ള ചെറുപയർ കിട്ടുവാണെങ്കിൽ അതൊരു 6 മണിക്കൂറോ 5 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇത് 8 മണിക്കൂറിന് ശേഷം ചെറുപയർ നന്നായിട്ട് ഇതുപോലെ കുതിർന്ന് കിട്ടും. അപ്പോൾ നമ്മൾക്ക് ഇതിനെ തിരുമ്മിയിട്ട് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി തൊലി അഥവാ കളയണ്ട അങ്ങനെ അരയ്ക്കണമെങ്കിലും കുഴപ്പമൊന്നുമില്ല. കളർ ഇച്ചിരി ഒന്ന് ഇഡ്ഡലിയുടെ മാറുന്നേ ഉള്ളൂ. പക്ഷേ ഇതിപ്പോൾ ഇങ്ങനെ തൊലി കളഞ്ഞെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല കളറിൽ ഇഡ്ഡലി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ തൊലി കളഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പണ്ടൊക്കെ ഇതുപോലെ ഉഴുന്നൊക്കെ നമ്മൾക്ക് തൊലിയുള്ള ഉഴുന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ഇതുപോലെ അരിച്ചെടുക്കാറുണ്ട് പതിവ്. അപ്പോൾ അതേപോലെ തന്നെ ചെറുപയറിനെ നമുക്കിങ്ങനെ അരിച്ച് തൊലി മാറ്റിയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇതൊക്കെ അരിച്ച് കഴിഞ്ഞ് തൊലിയൊക്കെ ഒരുവിധം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് അരച്ചെടുക്കണം. 1-2 ഒക്കെ അങ്ങനെ പച്ചയായിട്ട് തന്നെ ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. ഇനി മിക്സിയിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി. കാരണം ചെറുപയർ നന്നായിട്ട് വെള്ളം കുടിച്ചിട്ടിരിക്കുകയാണല്ലോ. അപ്പം ഒരുപാട് വെള്ളം ചേർക്കണ്ട. നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക. അപ്പം ചെറുപയർ അരച്ചതിന് ശേഷം അതേപോലെ അരിയും കൂടിയിട്ട് അരച്ചെടുക്കുക. ഇഡ്ഡലി അരി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇഡ്ഡലി അരി തന്നെ ഇടുക. എന്നാലേ കുറച്ച് നല്ല സോഫ്റ്റായിട്ടുള്ള ഇത് കിട്ടുള്ളൂ. അപ്പം ഒരു പിടി ചോറും കൂടെ ഇടുന്നുണ്ട് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഇതും നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അപ്പോൾ അരിയും ചെറുപയറും ഒക്കെ നന്നായിട്ട് അരച്ചെടുത്തു. ഇനി സാധാരണ നമ്മൾ മാവ് കുഴയ്ക്കുന്നത് പോലെ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ചെയ്യേണ്ടത്. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. കണ്ടോ, ഇതിനകത്ത് ബബിൾസ് ഒക്കെ വന്നു. അപ്പം അത്രയും നേരം നമ്മൾക്ക് മിക്സ് ചെയ്യണം. ഇത് പിന്നെ ചെറുപയറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ബബിൾസ് വന്നോളും. അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊന്ന് ഇങ്ങനെ പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു 8 മണിക്കൂറോ 12 മണിക്കൂറോ ഇങ്ങനെയാണ് ചൂടിനനുസരിച്ചിട്ട് വെച്ചാൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു 12 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. അപ്പം ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാറ്ററായിട്ട് കിട്ടി നമുക്ക്. ഇനി നമ്മൾക്ക് ഇതേ ഒരു മാവ് കൊണ്ട് തന്നെ ഇഡ്ഡലി ഉണ്ടാക്കാം. അതേപോലെ തന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. രണ്ടും ഒരേ ബാറ്ററിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം ബട്ടർ തടവിയതിന് ശേഷം മാവ് ഇതിലോട്ട് ഒഴിക്കുക. അതിന് ശേഷം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി വയ്ക്കുക. അപ്പം ആ ഒരു സമയം കൊണ്ട് ദോശയും കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. ദോശയും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. നമ്മുടെ സാധാരണ അരിയും ഉഴുന്നും വെച്ചിട്ടുള്ള ദോശ പോലെ തന്നെയാണ് ഈ ഒരു ദോശ ഉണ്ടാവുക. ശരിക്കും കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ നിങ്ങൾക്ക്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ ആ സമയം കൊണ്ട് ഇഡ്ഡലിയും ഇവിടെ ആവി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അഥവാ വെന്തിട്ടുണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഇതെന്തായാലും 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇനി ഇത് നമ്മൾക്കൊന്ന് അടർത്തിയെടുക്കാം. ബട്ടർ തേച്ചത് കൊണ്ട് തന്നെ നമ്മൾക്കിങ്ങനെ ചൂടോട് കൂടിയിട്ട് അടർത്തിയെടുക്കാം. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നല്ല ചൂടുണ്ട്. ആവി പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചെറുപയർ കൊണ്ടുള്ള ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട്. ദോശയും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഇഡ്ഡലിയും ദോശയാണ് കിട്ടിയത്. അതേപോലെ തന്നെ ഞാനിതിപ്പം ഇങ്ങനെ മുറിച്ച് കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഇത് ചെറുപയർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചൂടോടെ കഴിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എനിക്ക് കുറച്ച് നേരം വെച്ചിരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ കൂടുതൽ ഹാർഡായിട്ട് വരുന്ന പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ചൂടോടെ കൂടിയിട്ട് നല്ല ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കുക, അല്ലെങ്കിൽ ചട്നിയുടെ കൂടെയൊക്കെ കഴിച്ച് നോക്കുക. രണ്ടും ദോശയും ഇഡ്ഡലിയും തന്നെ നല്ല സൂപ്പറായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ
ഷെയറും കൂടെ ചെയ്തേക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പി ആയിട്ടൊക്കെ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇവിടം വരെ കണ്ടതിൽ. ബൈ ബൈ.